ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത്, അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാം വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, നമ്മൾ പലതരം പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളുമൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ മനുഷ്യൻ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ, അദ്ദേഹമാണല്ലോ മനുഷ്യൻ്റെ ആദ്യ പിതാവ്. അവിടെ നിന്നങ്ങോട്ട് എല്ലാ മനുഷ്യരും അവന് എത്ര കുബേരനാണെങ്കിലും എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്നനാണെങ്കിലും ജീവിതത്തിൻ്റെ ചില സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യന് പോകുന്നത്. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളായ നിലക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മുടെ വിശ്വാസം അത് തെന്നി മാറാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഈ കൽബ്, ഹൃദയം, അതിൻ്റെ അടിത്തട്ടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താ? അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അള്ളാഹു പഠിപ്പിച്ചതുപോലുള്ള വിശ്വാസമാണ്. ഞാൻ ഒരു മുഅ്മിനാണ് എന്നുള്ള ബോധമാണ്. ഞാൻ എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, ആ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വിശ്വാസം അതെപ്പോഴും ഉണ്ടാകണം. എന്തൊരു പ്രശ്നം നേരിടുകയാണെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ, ആ വിശ്വാസം പലപ്പോഴും ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹുവാണ് എൻ്റെ രക്ഷകൻ, അള്ളാഹു വിധിച്ചതേ എൻ്റെ ജീവിതത്തിൽ വരികയുള്ളൂ. അവൻ വിധിക്കാത്തൊരു സംഭവം ഈ ലോകത്ത്, ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു ചെറിയ ഒരു മൈക്രോ എന്നൊക്കെ നമ്മൾ പറയാമല്ലോ, എന്നുവെച്ചാൽ 1000-ലൊരംശം അല്ലെങ്കിൽ 1,00,000-ലൊരംശം
ചെറിയ സംഗതി പോലും ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടെ നമ്മൾ ജീവിക്കണം. പിന്നെ എന്ത് തന്നെയായാലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ? ആ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഒന്നുകൂടെ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ് പ്രിയമുള്ളവരെ, നമ്മൾ പകല് മുഴുവനും അധ്വാനിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ സന്തോഷങ്ങളുമൊക്കെ, സങ്കടങ്ങൾ മാത്രമല്ല സന്തോഷം ഉണ്ടാവും ആളുകൾക്ക്. അള്ളാഹു സന്തോഷം ആളുകൾക്ക് പ്രദാനം ചെയ്യും. അപ്പം അതൊക്കെ അനുഭവിച്ചുകൊണ്ട് അവന് പോകാണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ അവന് പകൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വിശ്രമിക്കണം, ഉറങ്ങണം. ഈ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പ്രിയമുള്ളവരെ, ഉറക്കം രാത്രി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, ഇപ്പം രാത്രിയെക്കുറിച്ചൊക്കെ ഖുർആൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഉറക്കത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഉറക്കം ഒരു അനുഗ്രഹമാണെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ധകാരം, രാത്രിയുടെ ആ ഇരുട്ട്, എന്തൊക്കെയാണ് ആകാശ ലോകത്തു നിന്ന് അവതരിക്കുന്നത് എന്നൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? യാതൊരു ഒന്നും അറിയാത്തവരെ പോലെ അങ്ങനെ ജീവിക്കുക. എന്തുകൊണ്ടാണ്? നമുക്ക് അത്രയേ ഉള്ളൂ ഈമാന് എന്നുള്ളതാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ രാത്രികളിൽ നമ്മുടെ ഉറക്കം എന്താണ്? ഖുർആൻ പറഞ്ഞത് ഉറക്കൊരു മരണമാണെന്നാണ്. നമ്മൾ ദിവസേന മരിക്കുന്നു. ഇപ്പം നമ്മൾ ഉറക്കുന്ന എഴുന്നേറ്റാൽ തന്നെ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർന. മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച റബ്ബിന് സർവസ്തുതി, അവനിലേക്കാണ് മടക്കുന്ന. അപ്പോൾ ഉറക്കൊരു മരണം, ഖുർആൻ പറഞ്ഞാണത്. അപ്പോൾ ഈ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥന, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കണം, പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര പഠിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ചില പ്രാർത്ഥനകളും ചില സംഗതികളൊക്കെ നമ്മൾ എന്തായിരുന്നാലും പഠിക്കണം. ഇപ്പോൾ നമ്മളെ മയ്യത്ത് നമസ്കാരം, ഇപ്പോൾ ഇന്ന് സൗദി അറേബ്യയുടെ രാജാവായിരുന്ന മലിക് അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ അസീസ് ആൽ സഊദ് മരണപ്പെട്ടു. ഈ സൗദി അറേബ്യയുടെ, നമുക്കറിയാം സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം എത്ര വലുതാ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര വലിയ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഏതാണ്ട് 3/4 ഭാഗം വരും ഈ സൗദി അറേബ്യ. എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് മഗ്‌രിബിക്ക് നമസ്കാരം നിർവഹിക്കപ്പെട്ടു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. റിയാദിലൊക്കെ അദ്ദേഹത്തിൻ്റെ കബറടക്കം ചെയ്ത സ്ഥലത്ത് ആ സമയത്ത് നമസ്കാരം നിർവഹിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മയ്യത്ത് നമസ്കരിക്കുന്ന ആളുകളാണ്. മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ എത്ര അറിവില്ല, എത്ര സ്കൂളിൽ പോയിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നിർബന്ധമായി നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ആയത്തുൽ കുർസി മനഃപ്പാഠമില്ലാത്ത ഒരാളുണ്ടാവാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ്? അത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ്. അത് ഏറ്റവും പവിത്രമാണ്. അത് ദിവസേന നമ്മൾ പലതവണ ആവർത്തിച്ചുകൊണ്ട് ചൊല്ലണം, പ്രാർത്ഥിക്കണം. അതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ വളരെ വിലപ്പെട്ട, കനപ്പെട്ട, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായ, നമ്മൾ മാത്രമല്ല നമ്മുടെ മക്കളും കുടുംബങ്ങളും ഒക്കെ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥന. വെറുതെ ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് അല്ല, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂലു എന്ന ആളുകൾ പറയാറുണ്ട്. അത് എല്ലാവരും എന്ത് ചെയ്യണം? എത്ര ആളുകൾ പറയും അതെനിക്ക് ആകൂല, അതെനിക്ക് സാധിക്കൂല എന്നൊന്നും പാടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അത്രമാത്രം അതിനെന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ ഈ ആയത്തുകൾ നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ ചൊല്ലാറുള്ള ആളുകളായിരിക്കും. എങ്കിൽ പോലും എന്താണ്, ഇതൊന്ന് ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട 1-2 ആ ഹദീസുകളൊക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന
അഹദിൻ മിർ റുസുലി വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽത അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇതാണ് രണ്ടായത്തുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയാം. ആമനർ റസൂലു, അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായിട്ടുള്ള മക്കയിൽ ജനിച്ച ആ മുഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം ആരാണ്? റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലാണ്. ആ റസൂൽ ആമനർ റസൂൽ, അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നു. എന്തിലാ വിശ്വസിച്ചത്? ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ട്. എന്താ അവതരിപ്പിക്കപ്പെട്ടത്? പരിശുദ്ധ ഖുർആൻ. അദ്ദേഹം അതിൽ വിശ്വസിച്ചു. അതിനെ തുടർന്ന് എന്ത് ചെയ്തു? വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹ്, എല്ലാവരും അല്ലാഹുവിൽ വിശ്വസിച്ചു. വ മലായികതിഹി, അവൻ്റെ മലായികത്തുകളിലും, വ കുതുബിഹി, അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും, വ റുസുലിഹി, അവൻ്റെ ദൂതന്മാരിലും. അള്ളാഹു അയച്ചിട്ടുള്ള ദൂതന്മാർ, മുർസലുകൾ, അവരിലൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഈ ദൂതന്മാർക്കിടയിൽ, മുർസലീങ്ങൾക്കിടയിൽ ഒരു വേർതിരിവും ഇല്ല. വഖാലു, എന്നിട്ട് അവർ പറയും എന്താണ്? സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു. വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. ഗുഫ്രാനക, റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. ഗുഫ്രാനക റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് പൊറുത്തു തരേണമേ. വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് മടക്കം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നഫ്സിനെയും, ഒരു നഫ്സിനോടും അതിന് സാധിക്കാത്തത് നിർബന്ധിക്കുകയില്ല. ലഹാ മാ കസബത്, ഓരോ നഫ്സുകളും സമ്പാദിച്ച നന്മ അതിന് പ്രതിഫലം നൽകപ്പെടും. വ അലൈഹാ മക്തസബത്, ഓരോ നഫ്സുകളും സമ്പാദിച്ച തിന്മകൾ അതിനുള്ള കൂലിയും അതിനുള്ള ശിക്ഷയും നൽകപ്പെടും. റബ്ബനാ ലാ തുആഖിദ്നാ, ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ പിടിക്കല്ലേ, ശിക്ഷിക്കല്ലേ. ഇന്നസീന, ഞങ്ങൾ മറന്നു പോയതിൻ്റെ പേരിൽ. ഔ അഖ്തഅനാ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ ചുമത്തിയിട്ടുള്ള ഭാരമേറിയിട്ടുള്ള സംഗതികൾ ഞങ്ങളുടെ മേൽ നീ ചുമത്തരുത്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് സാധിക്കാത്തത്, ഞങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുത്. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകേണമേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. വർഹംനാ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ. അന്ത മൗലാന,
നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, ഫൻസുർന, അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണമേ, അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം അർത്ഥം പറഞ്ഞെന്നുള്ളൂ, പക്ഷേ വളരെ വിലപ്പെട്ട ഒരുപാട് അർത്ഥവ്യാപ്തികളുള്ളതായിട്ടുള്ള സൂക്തങ്ങളാണിത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ സവിശേഷതയായിക്കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, പ്രിയമുള്ളവരെ, അനിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു, ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്തുൽ ബഖറയിലെ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവന് അത് തന്നെ മതിയാകുന്നതാണ് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 ആയത്ത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് രാത്രിയിൽ അത് തന്നെ മതിയെന്ന് നമുക്കറിയാം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ശബ്ദങ്ങൾ, പല കാര്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഉപരിലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് പോലും റസൂൽ പറഞ്ഞല്ലോ. നബി എന്ത് ചെയ്യും? രാത്രിയിൽ എഴുന്നേറ്റുന്ന് ദീർഘമായി നമസ്കരിക്കും. രാത്രിയുടെ അന്ധകാരം, പ്രിയമുള്ളവരെ, റസൂൽ കരീം അധികം റസൂൽ ഖബർ സിയാറത്തൊക്കെ നടത്തുന്ന എപ്പോഴാണ്? ബക്കീ എന്ന് പറഞ്ഞ ശ്മശാനുണ്ടല്ലോ, മക്ബറ മദീനയിൽ, അവിടേക്കൊക്കെ റസൂലുള്ള പോയിന്ന് എപ്പോഴാണ്? രാത്രിയിലായിരുന്നു എന്നാ. പിന്നെ അപ്പോൾ ആ രാത്രിയിൽ ഒരു മനുഷ്യന് ഈ 2 ആയത്ത് മതിയെന്നാ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ടെന്നല്ല, ഇതിനത്രയും പ്രാധാന്യം ഉണ്ടെന്നാ. അപ്പം ഇത് നല്ല നെയ്യത്തോടുകൂടെ ഓതി പാരായണം ചെയ്യുക. ഓതുക എന്ന് പറഞ്ഞ അർത്ഥം വായിക്കുക എന്ന് പറയുമ്പോൾ ഒരു വെറും വായനയാണ്. ഓതുക പറഞ്ഞാൽ ഒന്നുകൂടെ എന്താണ് പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താണ്? ഒന്നുകൂടെ നല്ല നെയ്യത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ മനസ്സാന്നിധ്യത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധ ഇതിൽ കേന്ദ്രീകരിക്കുക. ഹുളൂറുൽ ഖൽബ് എന്ന് പറയും, മനസ്സാന്നിധ്യത്തോടുകൂടെ. അതല്ലാതെ എന്താണ് ദേഹവടിയും മനസ്സവടിയും എന്ന് പറയാറുണ്ടല്ലോ, ആ രൂപത്തിലല്ല. അങ്ങനെ നമ്മൾ പാരായണം ചെയ്താൽ ഇത് മതിയാകുന്നതാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങനെ ആ മനുഷ്യന് മരണപ്പെട്ടാൽ അവൻ എങ്ങനെയാണ് മരണപ്പെടുന്നത്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് റഹ്മത്ത് തേടിക്കൊണ്ട്, അങ്ങനെയൊക്കെയല്ലേ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് തേടിക്കൊണ്ടൊക്കെയാണ് ആര് മരണപ്പെടുന്നത്? ആ മനുഷ്യൻ മരണപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം കേട്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസിൽ കാണാം. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഅതീതു ഖവാതീമ സൂറത്തുൽ ബഖറ മിൻ കൻസി തഹ്തൽ അർശി ലം യുഅതഹുന്ന നബിയ്യുൻ ഖബ്ലി. എന്താ പറയുന്നത്? അബൂദർ റളിയല്ലാഹു അൻഹു പറയാം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉഅതീതു ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങളുണ്ടല്ലോ, അത് എനിക്ക് നൽകപ്പെട്ടത് എവിടെന്നാണ്? മിൻ കൻസി തഹ്തൽ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്നാകുന്നു. അതിൻ്റെ അടിഭാഗത്ത് എന്തുണ്ട്? കൻസ്. കൻസ് എന്ന് പറഞ്ഞാൽ നിധിയുണ്ട്. ആ നിധിയിൽ നിന്നാണ് നൽകപ്പെട്ടതെന്ന. ലം യുഅതഹുന്ന നബിയ്യുൻ ഖബ്ലി, ഒരു നബിക്കും എനിക്ക് മുമ്പേ ഇതുപോലൊന്നും നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാധാന്യം. ഈ മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായി നൽകപ്പെട്ടില്ല. പക്ഷേ എത്ര ആളുണ്ട് ഇതൊക്കെ ഓർത്ത് ഒന്ന് ഓതി ഒന്ന് പാരായണം ചെയ്ത് ഒരു നല്ല നിലയിൽ ഒരു മുസ്ലിമായി ഒന്ന് കിടന്നുറങ്ങാൻ എത്ര ആളുകളുണ്ട്? വിനോദങ്ങളും സിനിമകളും ഒക്കെ കണ്ട് 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 ഇനി കാണാൻ എന്താ പറയുക, ഒരു മടുപ്പ് അനുഭവിക്കുമ്പോൾ അങ്ങനെ മറിഞ്ഞു വീഴുക ആളുകൾ അല്ലേ? അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാണ്? അങ്ങനെ ഉറങ്ങാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ മനുഷ്യന് ചീത്ത മനസ്സോടുകൂടെ മരണപ്പെട്ടു പോകുന്ന പല സംഭവങ്ങളും അല്ലേ? അപ്പം ആ സന്ദർഭത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ സിംഹാസനം, ആയത്തുൽ കുർസി ഓതി നോക്കൂ. അള്ളാഹിൻ്റെ സിംഹാസനത്തെ കുറിച്ച് എന്താ പറയുന്നത്? വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സിംഹാസനം, അതിൻ്റെ അടിഭാഗത്തുള്ള കെൻസ്, നിധി, ആ നിധിയിൽ നിന്നായി 2 ആയത്തുകൾ.
അത് നമുക്ക് ഈ ആയത്തിൻ്റെ ഒന്നും മഹത്വം നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ ആ നിധിയിൽ നിന്നാണ് ലോകത്ത് എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട്? 1,24,000 നബിമാർ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പലതവണ കേട്ടതാ. ആ നബിമാർക്കൊന്നും നൽകപ്പെടാത്ത ഒന്നാണ് ആർക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസിൽ കാണാൻ വേണ്ടി കഴിയും, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജ് പോയ സന്ദർഭത്തിൽ പിന്നെന്താണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. സിദ്റത്തുൽ മുൻതഹ, അതിന് പല അർത്ഥങ്ങളും ആളുകൾ കൊടുത്തിട്ടുണ്ട്, പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിദ്റത്ത് പറഞ്ഞ ഒരു ഇലന്ത വൃക്ഷമാണ്. മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഉള്ള ഒരു പ്രത്യേകതരമായ വൃക്ഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നാലും അവിടെയൊക്കെ പോയിട്ട് ചില സംഗതികളൊക്കെ റസൂലുള്ള പറയാ. എന്നിട്ട് പറയാണ് എന്താണ് അവിടെ? പിന്നെ ഫിറാഷിൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള വിരിപ്പ്. ഖാല വഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസൻ, 3 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെന്നാ. എന്താണ്? ഉഅതിയ സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ. അത് അവതരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത് നിയമമാക്കപ്പെട്ടപ്പോഴാ മിഅ്റാജിന് പോയപ്പോഴാണ്. വഉതിയ ഖവാതീമ സൂറത്തുൽ ബഖറ, ഈ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് ആ സന്ദർഭത്തിലാണെന്നാ പറയുന്നത്. ഹദീസാണ് ഇത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കൂടുതൽ സംഗതികളാണ് ഞാൻ വായിക്കുന്നത്. വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ഷൈആ, തൻ്റെ സമുദായത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ആളുകൾക്ക് എല്ലാം പൊറുക്കപ്പെട്ടു, അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ള കാര്യങ്ങളും അവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിന് വഹയായി നൽകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു ആയത്തിൽ, ആ ഹദീസിൽ കാണാം, അനിൻ നുഅ്മാൻ ഇബ്നു ബഷീർ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബിഅൽഫി ആമിൻ. അതായത് അള്ളാഹു ഒരു രേഖ ഒരു ഗ്രന്ഥം അത് രചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ പറയുന്നത് ബി അൽഫൈ ആമിൻ, 2000 എന്നാ പറയുന്നത്. അൻസല മിൻഹു ആയതൈൻ, അപ്പം അന്നേ സൃഷ്ടിച്ച് ആകാശഭൂമികൾ സൃഷ്ടിച്ചിട്ട് എത്രയോ വർഷമാകും? അതിന് 2000 വർഷം മുമ്പ് ആണെന്നാ പറയുന്നത്. അന്നേ എന്തുണ്ട്? അൻസല മിൻഹു ആയതൈൻ, 2 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു. ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനമുള്ള. എന്നിട്ടോ ഈ 2 ആയത്തുകളുണ്ടല്ലോ, വലാ യുഖ്റആന ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റുബുഹാ ശൈത്വാനുൻ, ഒരു വീട്ടിൽ 3 ദിവസത്തെ തുടർച്ചയായിട്ട് ഒരു വീട്ടിൽ ഇത് ഓതിയിലാണ് വിചാരിക്കുക, ഒരു പാരായണം ചെയ്തതാണ് വിചാരിക്കുക, അവിടെ പൈശാചിക സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. ആളുകൾക്കിടയിൽ കച്ചറ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, അല്ലെങ്കിൽ കുട്ടികൾ, അങ്ങനെ എന്താണ് പിശാചിന് ഇഷ്ടമുള്ള സംഗതികൾ അവിടെ ഉണ്ടാവും എന്നർത്ഥം. അതാണ്, മനസ്സിലായല്ലോ. 3 ദിവസം ഇത് പാരായണം ചെയ്തില്ല എങ്കിൽ അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ? ഞാനതാ പറഞ്ഞത്, നമ്മൾ പിന്നെ എത്ര എനിക്കൊന്നും പഠിക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞാലും, എനിക്കൊന്നും കഴിയൂല എന്ന് പറയുന്ന ആളുകൾ പോലും എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. എന്ത് പഠിക്കണം? സൂറത്തുൽ ബഖറയിലെ ഈ അവസാന 2 ആയത്തുകൾ പഠിക്കണം. പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഈ ആയത്തുകൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പിന്നെ അവസാനിപ്പിക്കാം. അതിൽ പറയാണ്, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു ജിബ്രീൽ ഇദ് സമിഅ നഖീലൻ ഫൗഖഹു ഫറഫഅ ജിബ്രീൽ ബസറഹു ഇല السما فقال هذا باب قد فتح من السماء ما فتح قط قال فنزل منه ملك فأتى النبي صلى الله عليه وسلم فقال أبشر بنورين قد أوتيتهما لم يؤتهما نبي قبلك فاتحة الكتاب وخواتم سورة البقرة لن تقرأ حرفا منهما إلا أوتيته رواه مسلم والنسائي. എന്താ പറയുന്നത് അറിയങ്ങൾ? ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്.
വഇൻദഹു ജിബ്രീൽ, പ്രവാചകന്റെ കൂടെ ആരുണ്ടായിരുന്നു? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. ഇത് സമിഅ നഖീലൻ ഫൗഖഹു, ആ സന്ദർഭത്തിൽ മുകൾ ഭാഗത്ത് നിന്ന് ഉപരിലോകത്ത് നിന്ന് ഒരു പ്രത്യേകതരം ശബ്ദം കേട്ടു. ഫറഫഅ ജിബ്രീലു ബസറഹു ഇലസ്സമാ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് നോക്കി, തൻ്റെ കാഴ്ച അങ്ങോട്ട് ഉയർത്തി. ഫഖാല ഹാദാ ബാബുൻ, കണ്ടോ ആ കവാടം കദ് ഫുതിഹ മിനസ്സമായി മാ ഫുതിഹ ഖത്തു, ആ തുറക്കപ്പെട്ട കവാടം ഒരിക്കൽ പോലും തുറക്കപ്പെട്ടിട്ടില്ല. ഖാല ഫനസല മിൻഹു മലക്കുൻ, അങ്ങനെ ആ കവാടത്തിലൂടെ ആകാശ ലോകത്ത് നിന്ന് ഒരു മലക്കിറങ്ങി വന്നു. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ആരുടെ അടുത്ത് വന്നു? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ടോ അബ്ശിർ ബിനൂറൈൻ, സന്തോഷമടയൂ, സന്തോഷിക്കുക, രണ്ട് പ്രകാശങ്ങൾ കൊണ്ട് സന്തോഷിക്കുക. എന്താണ് ആ രണ്ട് പ്രകാശം? ഖദ് ഊതീതുഹുമ, ആ രണ്ടെണ്ണം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് പ്രിയമുള്ളവരെ? ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക, നിനക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് നൽകപ്പെട്ടിട്ടില്ല. ഫാത്തിഹത്തുൽ കിതാബ്, അതൊന്നെന്താണ്? സൂറത്തുൽ ഫാത്തിഹ. പിന്നെയോ വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് സൂക്തങ്ങളും മനസ്സിലാക്കണം. എന്നിട്ട് പറയാ ലൻ തഖറ ഹർഫൻ, അതിലെ ഒരക്ഷരവും ഒരാളും പാരായണം ചെയ്യുന്നില്ല, ഇല്ല ഊതിതു, അവനത് നൽകപ്പെടാതെ എന്ന് പറഞ്ഞ അതിലെ പ്രാർത്ഥനകളാണല്ലോ. ഫാത്തിഹ എന്താണ്? ദുആയാണ് കൂട്ടരെ. ഫാത്തിഹ പ്രാർത്ഥനയാണല്ലോ. അള്ളാഹിന്റെ വിശേഷണങ്ങൾ എങ്ങനെ പറയാം? അർറഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ അള്ളാഹിന്റെ വിശേഷണങ്ങളല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അത് ദുആയാണ്. എന്നതുപോലെ ഇതും എന്താണ്? ആമന റസൂലു എന്താണ്? പ്രാർത്ഥനകളാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ നമ്മളിത് തേടിക്കഴിഞ്ഞാൽ അത് നൽകപ്പെടും എന്നുള്ളതാണ്. അപ്പം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഫൽ മുഅ്മിനൂന യുഅ്മിനൂന ബി അന്നല്ലാഹ വാഹിദുൻ അഹദുൻ ഫർദുൻ സമദുൻ ലാ ഇലാഹ ഗൈറു വലാ റബ്ബ സിവാഹു വയുസദ്ദിഖൂന ബിജമീഇൽ അംബിയാഇ വർ-റുസുലി വൽ-കുതുബിൽ മുനസ്സല മിനസ്-സമാഇ അലാ ഇബാദില്ലാഹിൽ മുർസലീന വൽ-അംബിയാ ലാ യുഫർരിഖൂന ബൈന അഹദിൻ മിൻഹും ഫയുഅ്മിനൂന ബിബഅദിൻ വയക്ഫുറൂന ബിബഅദിൻ ബലിൽ ജമീഉ ഇൻദഹും സാദിഖൂന ബാറൂന റാഷിദൂന മഹ്ദിയൂന ഹാദൂന ഇലാ സുബുലിൽ ഖൈർ. എന്താ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം, ഫൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ, യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, നമ്മൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? ബി അന്നല്ലാഹ വാഹിദുൻ അഹദുൻ, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു ജല്ല ജലാൽ അവൻ എന്താണ്? അഹദുൻ, അവൻ ഒരുവനാണ്. വാഹിദുൻ അഹദുൻ, അവൻ ഏകനാണ്. ഫർദുൻ, വീണ്ടും അഹദ് വാഹിദ് ഫർദ് ഒക്കെ പറഞ്ഞർത്ഥം ഏകൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇണയില്ല, തുണയില്ല, ഏകനായ ഒരു ശക്തി. അതാണല്ലോ ലാ ശരീക ലഹു എന്നൊക്കെ പറഞ്ഞാൽ അവനൊരു പങ്കാളിയുമില്ല, പുത്രനോ പിതാവോ അങ്ങനെയൊന്നുമല്ല, ഒരു ശക്തിയാണ്, അഹദാണ്. സ്വമദുൻ, സമതെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതിന് പല അർത്ഥങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥം പ്രിയമുള്ളവരെ, സങ്കീർണമായ പ്രശ്നമുണ്ടാകുമ്പോൾ വിളിച്ച് തേടപ്പെടുന്നവനാ. നമുക്ക് ഒരു വിപൽഘട്ടം ഉണ്ടാകുമ്പോൾ, ഒരാപത്തുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിളിച്ചു തേടേണ്ടത് ആരെയാ? എല്ലാ ഘട്ടങ്ങളിലും അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, വേറൊരു ശക്തി നമ്മൾ വിളിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വിളിക്കപ്പെടുന്ന ശക്തിയാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മറ്റൊന്നെന്താണ്? എല്ലാവർക്കും അള്ളാനെ ആശ്രയിക്കണം. നമുക്ക് ജീവിക്കാൻ കഴിയോ? അള്ളാനെ ആശ്രയിക്കാതില്ല, ലോകത്തൊരു സൃഷ്ടിക്കും കഴിയൂല. എന്നാൽ അള്ളാഹ്ക്ക് നമ്മുടെ ആശ്രയം വേണോ? നമ്മളില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ ഒരാളുടെയും ആശ്രയം ആർക്ക് വേണ്ട?
അള്ളാഹ്ക്ക് വേണ്ട. എന്നാൽ അള്ളാഹിന്റെ ആശ്രയം നമുക്ക് വേണം താനും. അതാണ് സമദ്. ലാ ഇലാഹ ഗൈറു, അവനല്ലാതെ ഒരാരാധ്യനുമില്ല. വലാ റബ്ബ സിവാഹു, അവനല്ലാതെ ഒരു രക്ഷകൻ, ഒരു നാഥനുമില്ല. വയുസദ്ദിഖൂന ബിജമീ, ഇതാണ് അള്ളാഹുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. വയുസദ്ദിഖൂന ബിജമീഇൽ അംബിയാഇ വറുസുലി, നമ്മൾ ആരിൽ വിശ്വസിക്കുന്നു? മുഹമ്മദ് നബിയിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ? അല്ല, എല്ലാ അംബിയാ മുർസലീങ്ങളിലും. വൽ കുതുബിൽ മുനസ്സല മിനസ്സമായി അലാ ഇബാദില്ലാഹിൽ മുർസലീൻ വൽ അംബിയ, മുർസലുകളും അംബിയാക്കളുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാരായിട്ടുള്ള ആളുകളുടെ മേൽ ആകാശലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും, അത് സബൂറാകട്ടെ, അതുപോലെ തൗറാത്താകട്ടെ, ഇഞ്ചീലാകട്ടെ, സുഹഫ് ഇബ്രാഹിം വ മൂസ എന്ന് പറഞ്ഞല്ലോ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും സുഹഫുകൾ, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ലാ യുഫർരിഖൂന ബൈന അഹദിൻ മിൻഹും, ഒരു പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ ഒരു പിന്നെന്താ പറയാ വ്യവച്ഛേദനവും വ്യത്യാസവും കാണുന്നില്ല. ഫയുമിനൂന ബിബഅലിൻ വയക്ഫുറൂന ബിബഅലിൻ, അതായത് ചിലരിൽ വിശ്വസിച്ചും ചിലരിൽ അവിശ്വസിച്ചും അങ്ങനെയുള്ള ഒരു ഇതുമില്ല, എല്ലാവരിലും നമ്മൾ വിശ്വസിക്കുന്നു. ബലിൽ ജമീഉ ഇൻദഹും, ചില ആളുകൾ അങ്ങനെയാ, ചില വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? ചില ഇപ്പൊ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പിന്നെ ജൂതന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവർ, അവര് എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നില്ല. അവർ ഇഷ്ടമുള്ളതിൽ വിശ്വസിക്കുന്നു, ഇഷ്ടമുള്ള തള്ളും. നമ്മൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ എന്താണ്? എല്ലാ അംബിയാ മുർസലീങ്ങളിലും വിശ്വസിക്കുന്നു. എന്നിട്ട് പറയും ബലിൽ ജമീഉ ഇൻദഹും, എല്ലാ അംബിയാ മുർസലീങ്ങളും എങ്ങനെയാണ്? സ്വാദിഖൂൻ, സത്യസന്ധന്മാരാണ്. ബാറൂൻ, പുണ്യവാളന്മാരാണ്. റാഷിദൂൻ, വിവേകശാലികളാണ്. മഹ്ദിയൂൻ, സന്മാർഗം പ്രാപിച്ചിട്ടുള്ള സന്മാർഗ ചിത്തരാണ്. ഹാദൂന ഇലാ സുബുലിൽ ഖൈർ, നന്മയുടെ വാതായനത്തിലേക്ക്, നന്മയുടെ ലോകത്തേക്ക് നയിക്കുന്ന ക്ഷണിക്കുന്ന ആളുകളാണ്, മഹാന്മാരാണ് അവർ എന്നുള്ളതാ. പ്രിയമുള്ളവരെ, സമയം പിന്നെ വൈകിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് സത്യത്തിൽ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സംഭവം കൂടെ പറയാം. എന്താ പറയുക, പിന്നെ ഇതിലുള്ള ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ. എന്താ അർത്ഥം? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നുപോയതിൻ്റെ പേരിൽ, ഞങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ എന്നുള്ളതാ. മറന്നുപോയിട്ട് നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്ത് കാണും. ഇനി തെറ്റാണ്, അഖ്തഅനാ പറഞ്ഞ് തെറ്റ് ചെയ്തു, ഇതിനൊന്നും പേരിൽ റബ്ബേ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്നാ. പിന്നെ ഉണ്ടല്ലോ എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. വഗ്ഫിർ ലനാ വർഹം വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ, അത് കേൾക്കാൻ തന്നെ എന്തൊരു സൗന്ദര്യമാണ് അല്ലേ. ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണമേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികൾ ഇതിങ്ങനെ ഓതിയാലേ എന്തു ചെയ്യും? നമ്മൾ വലദ്വാലി എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ആമീൻ എന്ന് പറയൂലേ. എന്നതുപോലെ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആമീൻ എന്ന് പറയാറുണ്ടായിരുന്നു. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുക, അലിബ്നു ഇസ്ഹാഖ് അന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കാന ഇദാ ഫറഗ മിൻ ഹാദിഹി സൂറ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ഖാല ആമീൻ. ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആമീൻ എന്ന് പറയുന്ന, ഉറക്കനെ പറയേണ്ടതില്ല, മനസ്സിൽ ആമീൻ എന്ന് നമ്മൾ പറയുന്നു. പറഞ്ഞാൽ റബ്ബേ നീ ഇതിന് ഉത്തരം നൽകണമേ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട പിന്നെ പ്രാർത്ഥനകളാണിത്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുൻഗാമികളായ ആളുകൾക്ക് പലതരം ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ ഉള്ള പ്രയാസങ്ങൾ, ജീവിതങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യരുതേ, അത് ഞങ്ങളെ വഹിപ്പിക്കരുതെന്നാ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അതിൻ്റെ മിനത്ത ഖലീഫി വൽ മസ്വാഇബി വൽ ബലാഇ ലാ തബ്തീലിനാ ബിമാ ലാ ഖിബല ലനാ ബി എന്ന് പറഞ്ഞർത്ഥം മിനത്ത ഖലീഫി വൽ മസ്വാഇബി വൽ ബലാ, പരീക്ഷണത്തിൻ്റെയും ദുരിതങ്ങളുടെയും ഒക്കെ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, വിപത്തുകൾ, വൻ ആപത്തുകൾ, ദുരന്തങ്ങൾ, റബ്ബേ അത് ഞങ്ങളുടെ മേല് പിന്നെ ഏർപ്പെടുത്തല്ലേ, അത് ഞങ്ങൾക്ക് വിധിക്കല്ലേ, ഞങ്ങൾക്ക് വഹിപ്പിക്കല്ലേ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൻ ഉമ്മി ദർദാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ
ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി അൻ സലാസിൻ അനിൽ ഖതഇ വൻ നിസ്യാനി വൽ ഇസ്തിക്റാഹ്. ഉമ്മു ദർദാ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി അൻ സലാസ്, 3 കാര്യങ്ങളുടെ പേരിൽ അള്ളാഹു ഈ സമുദായത്തെ ശിക്ഷിക്കുകയില്ല. അനിൽ ഖതഇ, തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ. തെറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ തെറ്റ് ചെയ്യാന്നല്ല അർത്ഥം. ശരിക്കും മനഃപൂർവ്വമൊന്നും മനഃപൂർവ്വമല്ലാതെ അറിയാതെയൊക്കെ തെറ്റ് ചെയ്യുക. വൻ നിസ്യാൻ, അതുകൂടെ മറന്നുകൊണ്ട് ചെയ്യാം. വൽ ഇസ്തിക്റാഹ്, നിർബന്ധിതനായിക്കൊണ്ട്. ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതനായിട്ട് തെറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഉദാഹരണമായിട്ട് പറയാണ്, ഒരാളുടെ വീടിൽ അയാൾക്ക് ആരും പണം കൊടുക്കുന്നില്ല, സ്വയം കയ്യിലില്ല താനും, അയാൾ പലിശക്ക് എടുക്കേണ്ടി വരും ചിലപ്പോൾ. നിർബന്ധിത സാഹചര്യത്തിൽ ഡെക്കറേഷന് വേണ്ടിയിട്ടല്ലേ പലിശക്ക് എടുക്കണം. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊക്കെ എന്ത് ചെയ്യും, അള്ളാഹു തആല ഒരുപക്ഷെ എന്ത് ചെയ്യും, വിട്ടുതരുന്ന. പലിശൻ്റെ ഗൗരവം വേറെ മനസ്സിലാക്കണം, അത് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പറയാണ്, ഖാല അബൂബക്കർ, ഇത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇങ്ങനെ കേട്ടു. 3 കാര്യങ്ങളൊക്കെ അള്ളാഹു ഈ സമുദായത്തെ ശിക്ഷിക്കൂലാന്ന് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്, ഫദകർതു ദാലിക ലിൽ ഹസൻ ഫഖാല അജൽ. ഹസൻ റളിയല്ലാഹു അൻഹു പറയാ, ശരിയാണത്, ആ പറഞ്ഞത് സത്യമാണ്. അമാ തഖറ ബിദാലിക ഖുർആനൻ റബ്ബനാ ലാ തുആഖിദനാ ഇൻ നസീനാ ഔ അഖ്തനാ. ഈ കാര്യം ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ ഈ ഭാഗം കണ്ട് അദ്ദേഹം ഓതുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ പറയാണ് എന്താണ്, വഅഫു അന്നാ ഐ ഫീമാ ബൈനനാ വബൈനക മിമ്മാ തഅലമുഹു മിൻ തഖ്സീരിനാ വസലലിനാ. റബ്ബേ, എൻ്റെയും നിൻ്റെയും ഇടയിൽ വന്നിട്ടുള്ള വീഴ്ചകൾ, പോരായ്മകൾ, തഖ്സീർ ആണ് ന്യൂനതകൾ, പോരായ്മകൾ, സലൽ പാപങ്ങൾ, തിന്മകൾ, വീഴ്ചകൾ, അബദ്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ എത്ര വരിക. രാവിലെ നീച്ചിട്ട് വൈകുന്നേരം ഉറങ്ങുമ്പോഴേക്ക് എത്ര തെറ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ഈ വാട്സപ്പും അതും ഇതൊക്കെ വന്നതിന് ശേഷം. ഇനി ഇതില്ലെങ്കിലും എത്ര നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം അതൊക്കെ അതാണ് വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്ത് തരണമേ. വഗ്ഫിർ ലനാ ഐ ഫീമാ ബൈനനാ വബൈന ഇബാദിക് ഫലാ തുൽഹിർഹും അലാ മുസാവീനാ വഅമാലിനൽ ഖബീഹ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള വളരെ വൃത്തികെട്ട കാര്യങ്ങൾ റബ്ബേ, അങ്ങനെ അതൊക്കെ നീ പുറത്തു തരണമേ. വർഹംനാ, ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണമേ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് മനഃപ്പാടമാക്കി അർത്ഥസഹിതം നല്ല മനസ്സോടുകൂടെ ഇതൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.